let's continue with our chapter Understanding of Maps. In last class we learned about title, one of the essential element of map. Next we are going to learn about scale. You listen the text. Scale. Shall we draw the plan of our school building? Can we draw the building map of our school? First we have to measure the length and breadth of the building using a measure tape. First fix it out the find out the length and breadth of the building using a measuring tape. Assume that the length is 30 meters and the breadth is 10 meters. Then suppose this 30 meters, this length is 30 meters and breadth is 10 meters. Can you draw a plan of the school using these measurements? Try to draw the plan using these measurements. Let us do this in the following steps. Step 1. You listen. Try to draw the length and breadth of the building as such on a paper. You will find that it is not possible. Try to draw the length and breadth using the exact measurement in a paper. We can see that it is not possible. Did you understand? നമ്മളുടെ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ ഒരു പ്ലാൻ വരച്ചാലോ ടേപ്പ് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നീളവും വീതിയും ആദ്യം അളക്കണം. അളന്നപ്പോൾ നമ്മൾക്ക് കിട്ടിയ നീളം 30 മീറ്ററും വീതി 10 മീറ്ററുമാണെന്ന് നമ്മൾ വിചാരിക്കുക. ഈ അളവുകൾ ഉപയോഗിച്ച് സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്ലാൻ നമ്മൾക്ക് വരയ്ക്കാൻ സാധിക്കുമോ? ഈ പ്രവർത്തനം താഴെ പറയുന്ന സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. Step 1. Try to draw the length and breadth of the building as such on a paper. ഈ യഥാർത്ഥ നീളവും വീതിയും ഉപയോഗിച്ച് ഒരു പേപ്പറിൽ വരയ്ക്കാൻ ശ്രമിക്കുക. എന്താ പറ്റുന്നത്? അത് സാധ്യമല്ലെന്ന് നമ്മൾക്ക് മനസ്സിലാകും. Then step 2. Shall we draw 30 meters as 30 centimeters? Now it is possible to draw this on a large sheet of paper. Try to draw the 30 meters as 30 centimeters. Now we can see that it is possible to draw in a large sheet of paper or large paper, you know. If we adopt this method, what would be the breadth of the building when scaled in centimeters? You must have understood that it is to be 10 centimeters. If we follow this method, what will be the breadth of the building when drawing in centimeters? അതായത് 30 മീറ്റർ നീളം എന്നത് 30 സെന്റിമീറ്റർ ആക്കി നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇപ്പോൾ ഒരു വലിയ പേപ്പറിൽ ഈ നീളം രേഖപ്പെടുത്താൻ നമ്മൾക്ക് കഴിയും. ഇതേ രീതി ഉപയോഗിച്ചാൽ കെട്ടിടത്തിൻ്റെ വീതി വരയ്ക്കാൻ എത്ര സെന്റിമീറ്റർ വേണം? 10 സെന്റിമീറ്റർ വേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 10 മീറ്റർ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഒരു മീറ്ററിനെ 1 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുത്തിട്ട് പേപ്പറിൽ വരയ്ക്കുക. Then step 3. Draw the length and breadth of building. ഇത് എന്താണ്? We can draw the length and breadth of the building using 30 meter is to 30 centimeter. 10 meter is equal to 10 centimeter. അതായത് നമ്മൾക്കൊരു പേപ്പറിൽ നമ്മളുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ബിൽഡിംഗ് പ്ലാൻ നമ്മൾക്ക് എന്താണ് 30 മീറ്റർ എന്നുള്ളത് 30 സെൻറ്റിമീറ്റർ നീളത്തിലും 10 മീറ്റർ വീതി എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ നീളത്തിലും എന്താണ് സ്കെയിലെടുത്ത്
വരയ്ക്കാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ തോത്, ആ അനുപാതം ഉപയോഗിച്ച് നമ്മൾക്ക് ഇത് ചെയ്യാം. You have selected the ratio of 1 centimeter to each meter. Scale is the technique that we have adopted to draw length and breadth conveniently. We have selected 1 meter as 1 centimeter. Then scale is used to a technique to draw the breadth and length easily. നീളവും വീതിയും ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിലും സൗകര്യപ്രദമായിട്ട് നമ്മൾക്ക് പേപ്പറിൽ ഈ ബിൽഡിംഗ് പ്ലാനുകൾ വരച്ചുണ്ടാക്കാം. ദെൻ ഇവിടെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലല്ല ഉദ്ദേശിക്കുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ തോത്, അതായത് ഇപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ, വളരെ വലിയ നീളത്തെ ചെറിയ നീളമാക്കി കാണിച്ച് പേപ്പറിൽ വരച്ചുണ്ടാക്കുന്ന രീതി. സ്കൂൾ കെട്ടിടത്തിന്റെ അതേ നീളത്തിൽ തന്നെ നമുക്ക് പേപ്പർ വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 30 മീറ്റർ എന്നുള്ളത് 30 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ വരച്ചുണ്ടാക്കുന്നു. അതുപോലെ 10 മീറ്റർ നീളത്തെ 10 സെന്റിമീറ്റർ ആക്കി വരയ്ക്കണം. അപ്പം നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിച്ച്, സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾക്ക് ഇത് വരച്ചുണ്ടാക്കാം. Then here length and breadth are represented on a scale of 1 centimeter to 1 meter. Scale is the relative distance used to represent the distance between two places on the earth. Here the scale used in 1 centimeter and as 1 meter. അതായത് 1 സെന്റിമീറ്ററിനെ 1 മീറ്റർ, 1 മീറ്ററിനെ 1 സെന്റിമീറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബ്രെഡ്ത്തും ലെങ്ത്തും എടുക്കുന്നു. Then scale is the relative distance used to represent the distance between two places on the earth. Scale is a distance which used to denotes the distance between two places on the earth. അതായത് എന്താണ്, ഭൂമിയിലെ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഓരോ മീറ്റർ നീളവും വീതിയും നമ്മൾ കടലാസിൽ വരയ്ക്കാൻ 1 സെന്റിമീറ്റർ എന്ന റേഷ്യോ അല്ലെങ്കിൽ അനുപാതമാണ് ഉപയോഗിച്ചത്. നമ്മൾ എടുത്തത് നീളവും വീതിയും വളരെ സൗകര്യപ്രദമായി രേഖപ്പെടുത്താൻ നാം ഇവിടെ ഉപയോഗിച്ച ടെക്നിക്കാണ് എന്ത്, തോത് അഥവാ സ്കെയിൽ. നിങ്ങൾ നീളം വീതി എന്നിവ ചിത്രീകരിച്ചത് 1 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന തോതിലാണ്. ദെൻ ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം നമുക്ക് മാപ്പിൽ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആനുപാതിക അകലമാണ് ഈ സ്കെയിൽ അഥവാ തോതെന്ന് പറയുന്നത്. Scale is a relative distance used to represent the distance between two places on the earth. Scale should be maintained while preparing maps. Listen. Scale should be used preparing maps. അതായത് മാപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നു. Through this, large areas can be drawn on a paper with accuracy. Using this, big areas can be drawn in a paper with accurately. വളരെ കൃത്യതയോടെ നമുക്ക് വരച്ചുണ്ടാക്കാൻ സാധിക്കും. Moreover, scale can be used to measure the actual distance between places on a map. Scale is also used to measure the distance between places on a map. അതായത് തോത് ഉപയോഗിച്ച് മാത്രമേ നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് മാപ്പുകൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ വലിയ ഭൂപ്രദേശങ്ങൾ നമ്മൾക്ക് ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരയ്ക്കാൻ സാധിക്കും. മാത്രമല്ല മാപ്പ് വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ, മാപ്പിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ സ്കെയില് ഉപയോഗപ്പെടുത്തുന്നു. Then different maps with different scales. Scale can be depicted in 3 ways. Then 3 type of scales are there.
First one, statement method. Scale on be depicted in 3 ways. Statement method, representative fraction method and graphical method. Statement method. Example, 1 centimeter to 10 kilometer. Then representative fraction method example, 1 centimeter to 10 lakh centimeter. Now, did you understand it? അത് ആദ്യത്തെ അളവ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതൊന്നും കൂടെ മാറ്റി വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ആദ്യത്തെ അളവ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന് മാറ്റി വരച്ചു അത്രേ ഉള്ളൂ. എങ്ങനെയാണ് മാറ്റിയത്? 1 സെന്റിമീറ്റർ ഈസ് ടു 10 lakh സെന്റിമീറ്റർ ആക്കി ഈ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിൽ കാണിക്കുന്നു. ഇനി അടുത്ത് ഗ്രാഫിക്കൽ സ്കെയിൽ എക്സാമ്പിൾ. എന്താ ചെയ്യണ്ടേ? ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇതില് 10 സെന്റിമീറ്ററിന്റെ ഒരു വര വരയ്ക്കണം. 10 സെന്റിമീറ്ററിന്റെ ഒരു വര വരയ്ക്കുക. അതായത് ആദ്യത്തെ 2 അവിടെ എഴുതി കാണിച്ചിരിക്കുന്നു, രണ്ടാമത്തെ നമ്മളൊന്ന് വരച്ച് കാണിക്കുന്നു. അത്രയുള്ള വ്യത്യാസം ഗ്രാഫിക്കൽ സ്കെയിലില്. 10 സെന്റിമീറ്ററിന്റെ ഒരു വര വരയ്ക്കുക. 10 സെന്റിമീറ്റർ വീതമുള്ള 10 എണ്ണമായിട്ട് അതിനെ തിരിക്കുക. 10 എണ്ണമായിട്ട് തിരിക്കുക. ഇതില് 1 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. വീണ്ടും ഈ 1 സെന്റിമീറ്ററിനെ എന്താണ്? 1 സെന്റിമീറ്ററിന്റെ ഈ കോളത്തെ 1/2 സെന്റിമീറ്റർ ആയിട്ട് തിരിച്ചാല് ഈ 1/2 സെന്റിമീറ്റർ 500 മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. മറ്റേത് 1000 മീറ്ററിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് 1 സെന്റിമീറ്റർ. ഇത് 500 മീറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം 10 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. അങ്ങനെ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ കാര്യം തന്നെ വരച്ച് കാണിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. Did you understand that? ആദ്യത്തേത് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് 10 കിലോമീറ്ററിനെ 1 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നു. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡിൽ 1 സെന്റിമീറ്റർ എന്താണ്? 10 lakh സെന്റിമീറ്റർ ആയിട്ട് കണക്കാക്കുന്നു. അത്രേ ഉള്ളൂ. മൂന്ന് രീതിയിലുള്ള സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്, representative fraction method, graphical scale. Hope all of you understood it. Thank you.